ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങാക്കോലും പച്ചമാങ്ങയൊക്കെ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടിട്ട് വരാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട്. ചെറിയ മുരിങ്ങാക്കോൽ ആയതുകൊണ്ടാണ് 3 എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പച്ചമാങ്ങയാണ്. നല്ല പുളിയുള്ളൊരു പച്ചമാങ്ങയാണ്. എടുക്കുന്ന മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ പുളിയുള്ള നല്ല 2 തക്കാളി എടുത്താൽ മതിയാകും. ഞാനിവിടെ 1 തക്കാളി എടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് അളവിലാണ് ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതെല്ലാം കൂടി ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് പാകത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ തന്നെയാണ് നമുക്കിതിന് വേവിച്ചെടുക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 5 ചുള കുഞ്ഞുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടിയായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അരഞ്ഞു കിട്ടാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാം. ഇപ്പം നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലിട്ടിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് വേണ്ട വെള്ളവും കൂടി അതിൽ ഒഴിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ കറിക്ക് ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് നോക്കേണ്ടതാണ്. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കറി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിടാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടിയതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഉലുവ പൊട്ടിയതിന് ശേഷം അതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം. ഇനി കുഞ്ഞുള്ളി ഒരു ഇതായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിടാം. ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടില്ലാത്തവരൊന്ന് ചെയ്തു നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് ഇനി വീണ്ടും കാണാം.